ഓക്കെ, പെട്രോള് കുറച്ച് സ്ഥലത്ത് പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു പോയേർക്കാണ്. അപ്പൊ അവിടെ പെട്ടെന്ന് തീ പിടിച്ചു. അപ്പൊ കുറച്ച് സ്ഥലത്തുള്ള തീ പിടിച്ചത് കേട്ടാ. നമ്മൾ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ ആ തീപിടുത്തം ബാക്കിയുള്ള സ്ഥലത്തേക്കും കൂടിയാണ് വ്യാപിക്കും. അപ്പൊ നമ്മളൊരു 1 സെന്റിന് തീ പിടിച്ചു, 1 സെന്റ് സ്ഥലത്ത് തീ പിടിച്ചത്, പെട്രോളിന് തീ പിടിച്ചു. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചോ, അപ്പൊ അതിന്റെ ചുറ്റുപാടുള്ള ഭാഗത്തേക്കൊക്കെ ആ തീപിടുത്തം പടരും. അതെങ്ങനെയത് വെള്ളം ഒഴിക്കുമ്പോൾ പടരണത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പെട്രോളിന്റെയും ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും വെള്ളത്തിന്റെയും ഒക്കെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം മണ്ണെണ്ണയുടെയും വെള്ളത്തിന്റെയും പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? മണ്ണെണ്ണയും വെള്ളവും നമ്മളൊരു കുപ്പിയിൽ ഒഴിച്ചാൽ രണ്ടും മിക്സ് ആയിട്ട് കിടക്കുമോ അതോ വേറെ കിടക്കുമോ? വേറെ വേറെ കിടക്കും, മിക്സ് ആവില്ല. മണ്ണെണ്ണയും വെള്ളവും ഒരിക്കലും മിക്സ് ആവില്ല. ഇനി ഏതാണ് അടിയിൽ കിടക്കുക, ഏതാ മുകളിൽ കിടക്കുക? അതാരാ പറഞ്ഞേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ മറന്നു തുടങ്ങിയ എന്താ തരാ നിങ്ങൾ? മണ്ണെണ്ണ മുകളിലും വെള്ളം താഴത്തും. നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലേ? മണ്ണെണ്ണ ഡെൻസിറ്റി കുറവുള്ളത്, വെള്ളം ഡെൻസിറ്റി കൂടിയത്, അങ്ങനെയല്ലേ? വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് മണ്ണെണ്ണയ്ക്ക്. കേൾക്കണ്ട? വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് മണ്ണെണ്ണയ്ക്ക്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മണ്ണെണ്ണ മുകളിലും വെള്ളം അടിയിലും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു പ്രദേശത്ത് മണ്ണെണ്ണ പരന്നു, എന്നിട്ട് അവിടെ തീപിടുത്തുണ്ടായി. നമ്മൾ അവിടെ പോയിട്ട് കുറെ വെള്ളം ഒഴിച്ചു. എന്താ സംഭവിക്കുക? വെള്ളം ഒഴിക്കേണ്ട താമസം ഈ മണ്ണെണ്ണയൊക്കെ വെള്ളത്തിന്റെ മീതയ്ക്കാ വരും. എന്നിട്ട് വെള്ളത്തിന്റെ മീത നിന്ന് കത്തും. കേക്കണ്ട? ഇത് വെള്ളത്തിന്റെ മീത നിന്ന് കത്തും. അപ്പൊ എന്താ സംഭവിക്കുക? വെള്ളം എങ്ങാനും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു, അപ്പൊ വെള്ളം അങ്ങോട്ട് പരക്കില്ല അങ്ങോട്ടും കൂടെ ഒക്കെ. അപ്പൊ മണ്ണെണ്ണ അതിന്റെ മീതെ കൂടെ വെള്ളം പോണോടത്തിലേക്കൊക്കെ മണ്ണെണ്ണ പോവും, ഒപ്പം ഈ തീയും പോവും. അങ്ങനെ തീപിടുത്തം ഇല്ലാത്തോടത്തും കൂടി തീപിടുത്തം ഉണ്ടാവും. ഞാൻ പറഞ്ഞ കേൾക്കണ്ട? സംഭവം കിട്ടിയ? അതുകൊണ്ടാണ് ഇവിടെ പറയണത് ഈ പെട്രോൾ, ഡീസൽ എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത് പറയാം. The rules to be followed by writing units. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച യൂണിറ്റുകളെല്ലാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. എന്താണ് ആ ചില കാര്യങ്ങൾ? അതായത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമായിട്ടാണ് ഇത്. നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വിവരിക്കാം. നോക്കൂ, ഫണ്ടമെന്റൽ യൂണിറ്റ് ഒക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതില് നോക്കുക, സാധാരണ നമ്മൾ ഒരളവ് എഴുതുമ്പോൾ ഇപ്പൊ മീറ്റർ എന്ന് എഴുതുകയാണെങ്കിൽ വലിച്ചു നീട്ടി നമ്മൾ മീറ്റർ എന്ന് എഴുതില്ല. പകരം നമ്മൾ എന്തെന്ന് എഴുതുള്ളൂ? എം എന്ന് മാത്രമേ എഴുതുള്ളൂ. എന്തെന്ന് എഴുതുള്ളൂ? എം. അപ്പൊ ആ എം എന്ത് എം ആയിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ എം ആണോ? സ്മോൾ ലെറ്റർ. ശരി. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എന്ത് എഴുതിയ എന്താ കുഴപ്പം? ക്യാപിറ്റൽ ലെറ്റർ എഴുതിയ എന്താ കുഴപ്പം ചോദിച്ചാൽ, സാധാരണ ക്യാപിറ്റൽ ലെറ്റർ അനുവദിക്കാറില്ല, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് എന്നുള്ളത് ഒരു നിയമമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതൊരു നിയമമാണ്.
ഓക്കെ. അപ്പോ ആ നിയമം ഇതാ ഒന്നും കൂടി ഇങ്ങനെ പറയുന്നു. ഇനി മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ എന്ന് എഴുതുന്നതിന് പകരം എന്തെന്ന് എഴുതാൻ പാടുള്ളൂ? സ്മോൾ ലെറ്റർ എം. മീറ്റർ എഴുതാം, അല്ലെങ്കിൽ സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എന്നാ കാണിക്കാൻ പാടുള്ളൂ. അതേപോലെ കണ്ട അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് സെക്കൻഡിന് എന്നാ കാണിക്കാൻ പാടുള്ളൂ? സ്മോൾ ലെറ്റർ എസ്. കിലോഗ്രാമിന് എന്നാ കാണിക്കാൻ പാടുള്ളൂ? kg. അപ്പോ ഇവിടെ അത് ശ്രദ്ധിക്കട്ടോ ഒരു കാര്യം, ഈ വാചകം ഒന്ന് ഫുള്ള് വായിക്കണം നമ്മൾ. ഇതെന്താ എമ്മും എസും കെ ജി എന്നൊക്കെ പറയണതിന്റെ കാരണം എന്ന് വെച്ചാൽ സിംബൽസ് ഓഫ് യൂണിറ്റ് നോർമലി റിട്ടൺ യൂസിങ് സ്മോൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സിംബൽ ഓഫ് യൂണിറ്റ്, യൂണിറ്റിന്റെ സിംബൽ എഴുതുമ്പോൾ സാധാരണ എഴുതുന്നില്ല സ്മോൾ ലെറ്റർ. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇതാ ഇവിടെ പറയുന്നു, there are certain occasions on which capital letters of English alphabet are used as symbol. The units named after persons are written like this. അതായത് മീറ്റർ എന്ന് പറയുന്നത് നീളത്തിന്റെ യൂണിറ്റ് ആണ്, സെക്കൻഡ് സമയത്തിന്റെ യൂണിറ്റ് ആണ്, കിലോഗ്രാം എന്താ ഭാരത്തിന്റെ യൂണിറ്റ് ആണ്, വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. ഇപ്പൊ മീറ്റർ ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ആരാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ മീറ്റർ കണ്ടുപിടിച്ചത് നിങ്ങൾ വിചാരിക്കുക ഏഞ്ചോ ആണ് മീറ്റർ കണ്ടുപിടിച്ചതെന്ന് വെച്ചോ. അപ്പൊ ഏഞ്ചോ എന്താ ചെയ്യാന്നറിയോ? മീറ്റർ എന്നല്ല അതിന് പേരിടുക. എന്താ പേരിടുക എന്നറിയോ? എന്താ പേരിടുക? ഏഞ്ചോ എന്നാണ് പേരിടുക. അത് ഇത്ര ഏഞ്ചോട്ടാ, 2 അഞ്ചോ 3 അഞ്ചോ എന്നൊക്കെ പറയാം. സാധാരണ അങ്ങനെയാണ്. നമ്മൾ സയൻസിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച ഉടനടി അവരുടെ പേരിടും. അപ്പൊ ഇതാരും ഇട്ട പേരല്ല, ഒരു മനുഷ്യന്മാരുടെ പേരല്ല. മനസ്സിലായോ? എന്നാൽ മനുഷ്യന്മാരുടെ പേര് ചില യൂണിറ്റുകൾക്ക് ഉണ്ട്. കണ്ട ഇവിടെ താഴത്ത് കാണിച്ചേർക്കണ വോൾട്ട്. കണ്ട വോൾട്ട് ആരാ? അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ചതാ. കണ്ട വൈദ്യുതിയുടെ അതാണ് അയാളുടെ പേര്, ഒരാളുടെ പേരാണ് ഈ വോൾട്ട്. അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. കേട്ടാ ബ്ലേസ് പാസ്കൽ ഒരാളുടെ പേരാ, പ്രഷറിന്റെ യൂണിറ്റ് ആണത്. കേട്ടാ പാസ്കൽ അതൊരാളുടെ പേരായതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു. കണ്ടാ പി എ, അതിൽ പി ക്യാപിറ്റൽ ലെറ്ററും എ സ്മോൾ ലെറ്ററും. അതുപോലെ സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ. അപ്പൊ ആ ന്യൂട്ടന്റെ ലെറ്റർ ഏതാ? വെറും എൻ അല്ല, ക്യാപിറ്റൽ ലെറ്റർ എൻ. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പോ യൂണിറ്റ് ഇടുമ്പോ ആൾക്കാരുടെ പേരാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഇടണം, ആൾക്കാരുടെ പേരല്ലെങ്കിൽ എന്തെഴുതണം? സ്മോൾ ലെറ്റർ. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് നോക്കുക, റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് യൂണിറ്റ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇപ്പോ നമ്മള് ആൾക്കാരുടെ പേര് നമുക്ക് ഉപയോഗിക്കുമ്പോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ലെറ്റർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലാണ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുള്ളൂ. ഒറ്റ ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോഴാണ് എന്ത് ഉപയോഗിക്കുള്ളൂ? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുള്ളൂ. ഒറ്റ ലെറ്റർ ആണെങ്കിൽ. ഇപ്പൊ വോൾട്ട് എന്നുള്ളതിന് എഴുതുന്നതിന് പകരം ബി എന്ന് എഴുതാം. പക്ഷെ വോൾട്ട് എന്നാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതാൻ പാടുള്ളൂ? കംപ്ലീറ്റ് എന്തായിരിക്കണം? സ്മോൾ ലെറ്ററിലായിരിക്കണം. കംപ്ലീറ്റ് എന്തായിരിക്കണം? സ്മോൾ ലെറ്ററിലായിരിക്കണം. മനസ്സിലായ? അതേപോലെ ന്യൂട്ടൺ എന്ന് എഴുതുമ്പോ എന്നാണ് എഴുതുന്നതെങ്കിലോ സ്മോൾ ലെറ്റർ തന്നെ ആവും. ന്യൂട്ടൺ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം എന്ന ഉപയോഗിച്ച് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. എന്നാൽ ന്യൂട്ടൺ എന്നാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്തെന്ന് എഴുതണം? കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ എഴുതണം. കണ്ട അവിടെ ഇതെവിടെ കൊടുത്തിട്ടുണ്ട്? കണ്ട കെൽവിൻ. കറക്റ്റും റോങ്ങും ഉണ്ട്. കണ്ട എന്താ റോങ്ങിന്റെ കുഴപ്പം? റോങ്ങിൽ കെ ക്യാപിറ്റൽ ഇട്ടു, അങ്ങനെ എഴുതാൻ പാടില്ല. അതുപോലെ ആ കറക്റ്റ് ഇതെവിടെ കണ്ടു? കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ.
അതുപോലെ ന്യൂട്ടൺ 2 അതൊന്ന് കറക്റ്റും ഒന്ന് റോങ്ങും. എന്താ റോങ്ങിന്റെ കുഴപ്പം? ഇനി അടുത്തത്, നെവർ യൂസ് പ്ലൂറൽ ഫോം ഫോർ സിമ്പൽ. സിമ്പൽ ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറയും 10 കിലോഗ്രാംസ് നമ്മൾ പറയാറുണ്ട്, 10 കിലോഗ്രാംസ്. പക്ഷെ kg എന്നാ പറയണെന്ന് വെച്ചാൽ 10 kgs എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാ. കണ്ടാ, 10 kg കറക്റ്റ് ആണ്, പക്ഷെ 10 kgs എന്ന് പറഞ്ഞാൽ എന്താ തെറ്റാണ്. അതുപോലെ 75 cm അത് കറക്റ്റ് ആണ്. 75 cms എന്ന് പറഞ്ഞാലോ തെറ്റാ. തെറ്റ്. അതുപോലെ നെവർ യൂസ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ സിമ്പൽ എക്സെപ്റ്റ് ദ എൻഡ് ഓഫ് സെന്റൻസ്. ഒരു വാചകം അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കുത്തിടാം, അല്ലാതെ സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആയാലും എന്ത് ലെറ്റർ ആയാലും മുഴുവനായാലും അബ്രീവിയേഷൻ ആയാലും അതന്നെ സിമ്പലിന്റെ അപ്പുറത്ത് നമ്മൾ ഡോട്ട് കുത്തിടാൻ പാടില്ല. അത് 75 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 75 cm എന്ന് എഴുതണം വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞൊരു കുത്തിടാൻ പാടില്ല. അത് തെറ്റാണ്. അത് കുത്തു പക്ഷെ ആ വാചകത്തിന്റെ അവസാനം ഇടാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ മറക്കുമോ നിങ്ങള്? ഇനി റൈറ്റിംഗ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. രണ്ടോ മൂന്നോ യൂണിറ്റുകൾ ചേർത്ത് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇതിനെന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു സ്ലാഷ് കണ്ട ചെരിഞ്ഞ വര ഉപയോഗിക്കും. പക്ഷെ ചെരിഞ്ഞ വര ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം ചെരിഞ്ഞ വര ഒരിക്കലും ഉപയോഗിക്കരുത്. ഒറ്റ വരയെ വരയ്ക്കാൻ പാടുള്ളൂ. കണ്ട, മീറ്റർ പെർ സ്ക്വയർ കണ്ട അങ്ങനെ ഉപയോഗിക്കാം. മീറ്റർ പെർ എസ് അങ്ങനെ ഇടാൻ പാടില്ല കേട്ടാ. മീറ്ററിനെ S/S എന്ന് ഇടാൻ പാടില്ല, ഒറ്റ ബയ്യ ഇടാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായ? ഇനി when derived unit is expressed as product of other units, use a dot or space between them. ഇനി വേറെ യൂണിറ്റുമായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ആണ് കാണുന്നത്, ഗുണിക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് മീറ്റർ സ്ക്വയർ എങ്ങനെ പറയണത്? മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലേ മീറ്റർ സ്ക്വയർ. അതേപോലെ ഇൻറ്റു ഇത് മുകളിൽ ഇപ്പൊ മീറ്റർ പെർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹരിക്കലാണ്, ബൈ ആണ്. അത് പെർ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്നാണ് അർത്ഥം. അതേപോലെ 2-3 യൂണിറ്റുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒരിക്കലും എന്താ ഒന്നുകിലും കുത്തിടുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? സ്പേസ് ഇടുക. അല്ലാതെ നമ്മൾ ഇൻറ്റു എന്ന് ഇടാൻ പാടില്ല അതിൻ്റെ ഇടയിൽ. മനസ്സിലായോ? ഇൻറ്റു ഇടാൻ പാടില്ല. അപ്പോൾ ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് എ യൂണിറ്റ് വിത്ത് ദ സിമ്പൽ. കേട്ടാ, അതായത് സിമ്പലും പിന്നെയോ നെയിമും തമ്മിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാ, കിലോഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് എഴുതുന്നത്. അതിവിടെ നോക്കിയേ, 1 2 3 4 5 6 എത്ര തരത്തിൽ എഴുതിയിട്ടുണ്ട്? 1 2 3 4 5 6 7 കണ്ട. 1 2 3 4 5 6 കണ്ട. 6 തരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 തരത്തിൽ എഴുതുന്നതാണ് കറക്റ്റ്, പിന്നുള്ളതൊക്കെ തെറ്റാ. എന്താ ആദ്യത്തെ 2 തരത്തിലെ പ്രത്യേകത? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ അവിടെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചു, എന്നിട്ട് ചെരിഞ്ഞ വര ഉപയോഗിച്ചു, എന്നിട്ട് മീറ്റർ ക്യൂബ് ഉപയോഗിച്ചു. രണ്ടാമത്തെ ശരിയാ. അവിടെ എന്താ പ്രത്യേകത? കിലോഗ്രാം എന്ന് എഴുതി. കിലോഗ്രാം എന്ന് എഴുതിയാൽ പിന്നെ ചെരിഞ്ഞ വര ഇടാൻ പാടില്ല. അതാണ് പ്രശ്നം. കണ്ടാ, പെർ എന്നുള്ളത് ചെരിഞ്ഞ വരയ്ക്ക് വരെ പെർ എന്ന് അവിടെ എഴുതി. കണ്ടാ, അപ്പൊ എഴുതുകയാണെങ്കിൽ ഒക്കെ എഴുതണം, സിമ്പിളാണെങ്കിൽ ഒക്കെ സിമ്പിൾ. ഇനി kg എന്ന് എഴുതിയിട്ട് പെർ ഇട്ടിട്ട് ഇത് ക്യൂബിക് സെന്റിമീറ്റർ, അത് തെറ്റല്ലേ? ഇനി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതും തെറ്റാ. കാരണം എന്താ? അതിന്റെ തെറ്റെന്താ? അല്ല, പെർന്നുള്ളതല്ല പെർന്നുള്ളതല്ല തെറ്റ്, മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് തെറ്റ്. മീറ്റർ ക്യൂബ് എന്നുള്ളത് എങ്ങനെ എഴുതണം? മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. എം ക്യൂബ് എന്നിട്ടാ തെറ്റാ. പിന്നെ അത് അടുത്തത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അത് രണ്ടും തെറ്റാ. kg മീറ്റർ ക്യൂബും ശരിക്കും എഴുതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പെർന്നുള്ളത് മാറ്റിയിട്ട് ചെരിഞ്ഞ വരയാക്കണം.
പിന്നെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതും തെറ്റാ. അത് ആദ്യത്തെ തന്നെയല്ലേ അത്. ആ പിന്നെ കിലോഗ്രാം ചെരിഞ്ഞ വര വരച്ചു അത് തെറ്റാ. പിന്നത്തെ ഇനി അടുത്തത് അതെ. ഈ while writing unit along with the value there must be single space between them. അതായത് നമ്മൾ ഒരു മൂല്യത്തിന്റെ കൂടെ യൂണിറ്റ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു സ്പേസ് നമ്മൾ വിടണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു അകലം വിടണം. 273 K എന്ന് പറഞ്ഞാൽ അത് ശരിയാ. കാരണം അതേസമയം 273 K തന്നെ അപ്പുറത്ത് എഴുതിയത് അത് തെറ്റാത്രേ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വിട്ടിട്ടില്ല. 273 കഴിഞ്ഞ ഒരു സ്പേസ് വിട്ടിട്ട് വേണം K എഴുതാൻ. അതുപോലെ 100 M കറക്റ്റ് ആണ്, പക്ഷെ അടുത്ത് 100 M കറക്റ്റ് അല്ല. എന്താ കാരണം? ഓക്കെ. പിന്നെ നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒന്നിലധികം വ്യത്യസ്ത യൂണിറ്റ് നമ്മൾ കാണിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മീറ്ററിലാണ് എഴുതുന്നത് വെച്ചാൽ 10.25 മീറ്റർ എന്ന് എഴുതണം. ഇപ്പൊ സെന്റിമീറ്റർ എഴുതണമെന്ന് വെച്ചാൽ 1025 സെന്റിമീറ്റർ എന്ന് എഴുതണം. കേൾക്കണ്ട? സെന്റിമീറ്ററിലാണെങ്കിൽ 1025. പക്ഷെ ഇവിടെ എഴുതിയുള്ളത് നോക്കിയേ, മീറ്റർ എഴുതിയുള്ളത് ശരിയാ 10.25. പക്ഷെ മറ്റേത് 10 മീറ്റർ 25 സെന്റിമീറ്റർ. അത് തെറ്റാ, അങ്ങനെ എഴുതാൻ പാടില്ല. ഒന്നുകിൽ 1025 സെന്റിമീറ്റർ അല്ലെ 10 മീറ്റർ 25 സെന്റിമീറ്റർ എഴുതുന്നതിനെക്കാട്ടി അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? 1025. ഓക്കെ, എഴുതിയ കണ്ട അത്. അപ്പൊ നമ്മുടെ ഈ പാഠം നമ്മുടെ അവസാനിച്ചു. അപ്പൊ ഇവിടെ ലെറ്റസ് അസസ് ഉണ്ട്, ചെയ്യാൻ പറ്റുമത്? അതിന്റെ മുൻപ് ഇവിടെ കുറച്ച് ചോദ്യങ്ങളില്ലേ, ആ ചോദ്യം തെറ്റ മാഷ് പറയട്ടെ. ചോദ്യം ഇതിന്റെ ഒപ്പം പറയായിരുന്നു അല്ലേ? പറഞ്ഞില്ല. നമുക്ക് എഴുതേണ്ടത് ഒന്ന് ഇതാണ്. ഒരു ചോദ്യം ഇതാ ഇവിടെ തന്നുള്ളതാ, കണ്ട. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതണം കേട്ടാ. നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞു എന്താ, if petrol, diesel, etc. catches fire, one should never try to extinguish it by using water. Why? അതാണ് ചോദ്യം. ആ ചോദ്യം എഴുതി അതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് എഴുതണം കേട്ടാ. എഴുതി കഴിഞ്ഞാൽ പറയണം. ഓക്കെ, ആ ചോദ്യം ഏടാ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, കാണാല്ലേ? ഈ പെട്രോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കണ്ട. ബൈ. അടുത്ത ചോദ്യം ഇതാണ്. ദ റൂൾസ് ദ റൂൾസ് മുകളിലത്തെയാണ് അത്. പിന്നത്തെ ചോദ്യം അതിന്റെ അടിയിലുള്ള ഈ ക്യാപിറ്റൽ ലെറ്റർ കണ്ട. ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്. അതങ്ങനെ തന്നെ. ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് ദ റൂൾ യൂണിറ്റ്സ്. അല്ല, അതിന്റെ അടിയിലുള്ള പോയിന്റ്സ് വേണ്ട. 1, 2 ആ പെട്ടിക്കള്ളി വേണ്ട. 1, 2 പിന്നെ എത്ര? 3, 4, 5. എക്സാമ്പിൾ ഒന്നും വേണമെന്നില്ല, വെറുതെ വാചകം മാത്രം മതി. 10 എണ്ണം ഉണ്ട് അല്ലേ? ആ 10 എണ്ണം 10 വാചകങ്ങൾ എഴുതാം കേട്ടാ. എഴുതി കൂടാതെ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് മാഷക്ക് വാട്സപ്പ് ചെയ്ത് അയക്കണം കേട്ടാ. ഇപ്പൊ തന്നെയല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടാ. എന്നിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി.
ഓക്കെ, ഇനി അടുത്ത ലെറ്റസ് അസസ് ഡേറ്റ. ഇത് ഉത്തരപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. പറയും, റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. എണ്ണം, എം എം, എൻ എം, സി എം, പിന്നെന്താ മ്യൂ എം. ഇതിലെ ഏറ്റവും ചെറുത് ഏതാ? നാനോമീറ്റർ, എൻ എം. അത് കഴിഞ്ഞാലോ മൈക്രോമീറ്റർ, മ്യൂ എം അല്ലെ. അത് കഴിഞ്ഞാലോ മില്ലിമീറ്റർ. അത് കഴിഞ്ഞാലോ സെന്റിമീറ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അതേപോലെ അടുത്തതില് ഏറ്റവും ചെറുത് ഏതാ? ഒരു എം ആണോ, ഒരു സി എം ആണോ, ഒരു കെ എം ആണോ, ഒരു എം എം ആണോ? 1. എടാ അതിന്റെ അടിയിൽ കണ്ട ബി ചോദ്യം കണ്ട, അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ, ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് എഴുതാൻ. അതിലെ ഏറ്റവും ചെറുത് ഏതാ? ഒരു എം ആണോ, ഒരു സി എം ആണോ, ഒരു കെ എം ആണോ, ഒരു എം എം ആണോ? 1 mm. വെരി ഗുഡ്. പിന്നെയോ 1 cm. പിന്നെയോ 1 മീറ്റർ. പിന്നെയോ 1 കിലോമീറ്റർ. വെരി ഗുഡ്. അപ്പൊ അത് ചെയ്യണുണ്ടാ വീട്ടിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? കൂട്ടത്തിൽ പെടാത്തത് എഴുതാനാ പറയണം. കെ ജി, എം ജി, ജി, എം എം. അതിലേതാ കൂട്ടത്തിൽ പെടാത്തത്? എം എം അല്ലേ. ബാക്കിയുള്ളതൊക്കെ മാസിന്റെ യൂണിറ്റ് അല്ലേ. എം എം എന്ന് പറയുന്നതോ ലെങ്ത്. അതുപോലെ അടുത്തത് മ്യൂ എം, എം എം, കെ എം, എം ജി. എം ജി, എം ജി. അതേപോലെ അടുത്ത ചോദ്യം, ഇമേജിൻ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ ടു യുവർ ഫ്രണ്ട്സ് ഹൗസ് ഈസ് 2250 മീറ്റർ. സ്റ്റേറ്റ് ഇറ്റ് ഇൻ കിലോമീറ്റേഴ്സ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് 2250 മീറ്റർ ആണ്. ഇത് കിലോമീറ്ററിൽ പറയാനാ പറഞ്ഞത്. എങ്ങനെ പറയാം നമ്മള്? അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല, അത് പ്രത്യേകം പറഞ്ഞു. അതന്നെ 2.25 km എന്ന് പറഞ്ഞാൽ 2.250 എന്ന് പറയണ്ട, 2.25 km. ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ വേറെ എന്താ, അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ, ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയണം, 2.25 കിലോമീറ്റർ, 2 and 1/4 കിലോമീറ്റർ. അങ്ങനെ പറയാം കേട്ടാ. 2 and 1/4 കിലോമീറ്റർ അങ്ങനെ പറയാം. അടുത്തതോ, കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ് ഇൻടു SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. 3500 ഗ്രാമിനെ SI യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാ പറയാ? ഗ്രാമിന്റെ മാസിന്റെ SI യൂണിറ്റ് ഏതാ? കിലോഗ്രാം. അപ്പൊ 3500 ഗ്രാം എന്ന് പറയുമ്പോ കിലോഗ്രാമിന് പറയുമ്പോ എങ്ങനെയായിരിക്കും? വെരി ഗുഡ്, 3.5 കിലോഗ്രാം, kg അല്ലേ. ഇനി അടുത്തത് 2.5 km. ഏ 200 and 500 എന്ത് 200 ആണ്? 2500 മീറ്റർ. ഓക്കെ, വെരി ഗുഡ്, അത് ശരിയാട്ടാ. അടുത്തതോ 2 hour. എങ്ങനെ ഇതൊക്കെ ഇത്ര വേഗം ചെയ്താ അതെങ്ങനെ കിട്ടിയ അത് പറയും. ടു ഇൻറ്റു 60 അല്ലേ. 2 × 60 × 60 സെക്കൻഡ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? എത്രയാ? ഗുണിച്ചാൽ കിട്ടും അല്ലേ.
6 7 42 അല്ല സോറി എത്രയാ 6 6 36 36 ഇൻറ്റു എത്ര 2 മണിക്കൂറല്ലേ 2 72 അപ്പോൾ 7200 സെക്കൻഡ്. ഓക്കെ ശരിയല്ലേ? അപ്പൊ അതെ അടുത്ത ഇടിവിട്ടുണ്ട്, അപ്പോഴേക്കും നമ്മൾ നിർത്തണം കേട്ടാ. അപ്പൊ ഞാൻ ഇവിടെ നല്ല ഇടിവിട്ടുണ്ട്, അപ്പൊ ഞാൻ നിർത്തുക കേട്ടാ. ഇത് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം, ഇന്ന് തന്നെ വാട്സപ്പ് ചെയ്യണം കേട്ടാ, ഗ്രൂപ്പിലിട്ടാ മതി കേട്ടാ. ശരി. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടാ.